ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കോസ്റ്റിംഗ് എവിടം വരെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ അല്ലേ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? അതിൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു, എന്നിട്ട് നമ്മളൊരു ചാർട്ടൊക്കെ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ്റെ ബേസിൽ ചേഞ്ചസ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എത്ര കൂടുന്നോ അതിനനുസരിച്ച് കൂടുന്നില്ല. പക്ഷെ പെർ യൂണിറ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറയുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ കൂടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാഫ് സഹിതം പഠിച്ചതാണ്. ഇതായിരുന്നു ആ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അക്കൗണ്ടിങ് ആയിരുന്നു, ഇന്ന് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്താണോ എടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള ക്ലാസ് നമുക്ക് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ ആ ടോപ്പിക്കുമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ദാറ്റ് പാർട്ട് ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് വിച്ച് ടെൻഡ്സ് ടു വേരി ഡയറക്ട്ലി വിത്ത് വേരിയേഷൻ ഇൻ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഡയറക്ട്ലി ചേഞ്ച് വരുന്ന വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ വരുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റും വോളിയം ഓഫ് പ്രൊഡക്ഷനും തമ്മിലുള്ളത് ഏത് തരത്തിലുള്ള പ്രൊപ്പോർഷനാണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇറ്റ് വേരീസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ വോളിയം ഓഫ് പ്രൊഡക്ഷൻ എത്ര കൂടുന്നുവോ അതിനാനുപാതികമായി എന്ത് കൂടും? വേരിയബിൾ കോസ്റ്റ് കൂടും. അതുപോലെ തന്നെ വേറൊരു കാര്യം, such cost increases in aggregate as the production goes up and it correspondingly decreases when production comes down. അപ്പോൾ എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും? അതേ ഒരു തരത്തിൽ തന്നെ കൂടും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റുകളാണ് എന്ത്? വേരിയബിൾ കോസ്റ്റ്. അതിന് പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, നമ്മൾ എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഒരു ടേബിൾ, ഇവിടെ ഒരു ടേബിളിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ 1500 രൂപയുടെ തടി ആവശ്യമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപയുടെ തടി വേണം? 3000. ഇനി 10 ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വേണം? 15000. അതായത് ആ യൂണിറ്റ് എത്ര ടേബിൾ ആണോ, അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണോ അതിനെ ബേസ് ചെയ്ത് ഡയറക്റ്റ്ലി അതിനനുപാതികമായിട്ട് തന്നെ മെറ്റീരിയലിൽ എന്ത് വരും? ചേഞ്ചസ് വരും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വേരിയബിൾ കോസ്റ്റ്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ലേബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മേശ പണിയാൻ വേണ്ടി നമ്മൾ ഒരു കാർപ്പൻറ്ററെ നിർത്തി, അയാൾക്ക് നമ്മൾ 1200 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 2 മേശ പണിയാനായിട്ട് നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് എത്രയായിരിക്കും? 2400 ആയിരിക്കും. 10 മേശ പണിയാനാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 12000. അപ്പോൾ ഒരു പ്രോഡക്റ്റിലുള്ള അയാളുടെ എന്താ പറയുന്ന ലേബർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ലേബർ കോസ്റ്റും എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഓൾസോ എന്താണ്? വേരിയബിൾ കോസ്റ്റിന് ഒരു ഉദാഹരണമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഫീച്ചേഴ്സ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ
വ്യത്യസ്തമാണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമൈൻസ് ടു ബി ദ സെയിം. വേരിയബിൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന വേരിയബിൾ കോസ്റ്റ്, അതായത് നമ്മൾ ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. ഒരു യൂണിറ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എപ്പോഴും എന്തായിട്ട് തുടരും? സെയിം ആയിട്ട് തുടരും. പക്ഷേ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് കൂടും. Total variable cost increases as production increases and total variable cost decreases as production decreases. Total variable cost production increase ചെയ്യുമ്പോൾ increase ചെയ്യും, അതേപോലെ production decrease ചെയ്യുമ്പോൾ decrease ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? എവിടെ യൂണിറ്റ് ഔട്ട്പുട്ട് 0, വേരിയബിൾ കോസ്റ്റ് 0. യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 0. കാരണം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേരിയബിൾ കോസ്റ്റ് വരുന്നില്ല. ഇനി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 100 ആണ്. അപ്പം 100 × 1, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരുന്നത് 100 ആണ്. 10 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു യൂണിറ്റിന് 100 രൂപയാണ് വരുന്നതെങ്കിൽ ടോട്ടൽ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വരും? 100 × 10, 1000. ഈ 1000നെ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാ? 100. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 100 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 100 × 100, 10,000. 10,000 ഡിവൈഡ് ബൈ 100 എത്രയാണ്? 100. അപ്പോൾ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അതേസമയം ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച്, ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അതേ അനുപാതത്തിൽ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ഈ ഗ്രാഫിന്റെ ഒരു പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും. യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കില്ലേ. ഇവിടെ നമുക്ക് ഇത് തന്നെ ഒന്ന് ഉദാഹരണമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1, 10, 100, 1000 ഇങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് ഇവിടെ എഴുതി. ഇനി വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഇവിടെ 0, 100, 1000, 10,000, 1,00,000, 1,00,000 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കുക, അത് ശരിയല്ലേ? ഒരു 0, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വന്ന വേരിയബിൾ കോസ്റ്റ് 100. 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വന്ന വേരിയബിൾ കോസ്റ്റ് 1000. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വന്ന വേരിയബിൾ കോസ്റ്റ് 10,000. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വന്ന വേരിയബിൾ കോസ്റ്റ് 1,00,000. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കൂടുതലാണ്. യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം ആനുപാതികമായിട്ട് ആ കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ നെക്സ്റ്റ് ഒന്നാണ് സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പൊ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞു, വേരിയബിൾ കോസ്റ്റ് പറഞ്ഞു, പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ഫിക്സ്ഡും പാർട്ട്ലി വേരിയബിളും ആയിരിക്കും. സെമി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പകുതി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ കോസ്റ്റ് വിച്ച് ഈസ് പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ ഈസ് കോൾഡ് സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ എന്ത് ചെയ്യും? വേരി ചെയ്യും. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഇത് വേരി ചെയ്യും. ആൻഡ് റിമൈൻസ് ഫിക്സഡ് അറ്റ് അതർ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. പിന്നീട് അങ്ങോട്ടേക്ക് ഫിക്സഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി ഫിക്സഡ് കോസ്റ്റ് എന്നും പറയാം, കാരണം ഒരു ലെവൽ വരെ അത് ഫിക്സഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സെമി ഫിക്സഡ് കോസ്റ്റ് എന്നും പറയാം.
ഫിക്സഡിൻ്റെയും വേരിയബിളിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സെമി വേരിയബിൾ കോസ്റ്റിന്റെ കാര്യം ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചാർജ്. കുറച്ച് എമൗണ്ട് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു ലെവൽ ഓഫ് സെയിൽ അറ്റൈൻ ചെയ്യാൻ അത് മതി അല്ലേ? നമുക്കൊരു ലെവലിൽ വരെ നമ്മുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ ആ അഡ്വർടൈസ്മെന്റ് എമൗണ്ടും മതി. ഇനി ആ ലെവലും വിട്ട് നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ്, അതായത് സെയിൽസിൽ കൂടുതൽ ഇൻക്രീസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ എമൗണ്ട് എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ പർട്ടിക്കുലർ ലെവലും കഴിഞ്ഞ് നമുക്ക് സെയിൽ ഇൻക്രീസ് ചെയ്യണം, സെയിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട് എന്ത് ചെയ്യണം? കൂട്ടേണ്ടി വരും. അപ്പോൾ ഒരു ലെവല് വരെയും അത് ഒരു ലെവല് വരെ അത് ഫിക്സഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് അതിനൊരു മാറ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ സൂപ്പർവൈസർമാരുടെയൊക്കെ സാലറി, ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വരെയും നമുക്ക് ഒരു സൂപ്പർവൈസറൊക്കെ മതി. നമുക്ക് കാര്യങ്ങൾ നോക്കി നടത്താനും ഒക്കെ ഒരു സൂപ്പർവൈസറിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വരെ. അതിനുശേഷം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 50% പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് അത്രയും ലെവൽ മതി, അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്റ്റ് ഒരു 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് മതി, ഇത്രയും ഒരാളുടെ ഒരു സൂപ്പർവിഷൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ അതും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2-3 സൂപ്പർവൈസേഴ്സ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അവിടെ സൂപ്പർവൈസറിൻ്റെ സാലറി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഫിക്സഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് അതിനുശേഷം അത് ഒരു മാറ്റം വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റുകളാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡിൻ്റെയും വേരിയബിളിൻ്റെയും ഒരു കോമ്പിനേഷൻ കാണിക്കാം. അപ്പോൾ ക്ലിയർ ആയോ? ഇനി ഫീച്ചേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വൺ പാർട്ട് ഓഫ് സെമി വേരിയബിൾ കോസ്റ്റ് റിമൈൻസ് ഫിക്സഡ് അപ് ടു എ സർട്ടൻ റേഞ്ച് ആൻഡ് അതർ പാർട്ട് വേരീസ് വിത്ത് ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ബട്ട് നോട്ട് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. ഒരേ പ്രൊപ്പോർഷനിലായിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായാലും ഒരു പാർട്ട് എപ്പോഴും ഫിക്സ്, അല്ലെങ്കിൽ ഒരു ലെവൽ വരെ ഫിക്സ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് അതിനുശേഷം വേരി ചെയ്യുന്നതാണ് പറയുന്നത്. These costs are segregated into fixed and വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റും നമുക്ക് രണ്ടായിട്ട് കൃത്യമായിട്ട് തരംതിരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വേരിയബിൾ പാർട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ വേരിയബിൾ പാർട്ട് നമ്മൾ മറ്റു വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ഫിക്സഡ് പാർട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? കോസ്റ്റ് ഇവിടെ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഫിക്സഡ് ആയിട്ട് തുടരുന്നു, ഇവിടെ നിന്ന് ഒരു ചേഞ്ച് വരുന്നു, പിന്നെ കുറച്ച് ഫിക്സ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു ഒരേ ലെവല്, പിന്നെ കുറച്ച് ചേഞ്ച് വരുന്നു. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സൂപ്പർവൈസേഴ്സിൻ്റെ സാലറിയും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസും നമുക്കൊരു ചെറിയ ഉദാഹരണമായിട്ട് പറയാം. ഒരു മൊത്തം നമ്മൾ പഠിച്ച ഈ 3 ടൈപ്പ് ഓഫ് കോസ്റ്റുകളുടെയും ഒരു ഗ്രാഫിക്കൽ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ്. യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ടോട്ടൽ കോസ്റ്റ് അങ്ങനെ തന്നെ തുടരുന്നു. ഇവിടെയാണെങ്കിലോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സെമി വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഈ ഒരു രീതിക്ക് പോകും. ഇപ്പൊ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷനും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് പെർ യൂണിറ്റും ടോട്ടൽ കോസ്റ്റും അങ്ങനെ തിരിച്ച് കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നാളെ സൺഡേ ആണ്, നാളെ ക്ലാസ് ഇല്ല. ഇനി മൺഡേ നമുക്ക് കോസ്റ്റിങ്ങിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. അതോടൊപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ്
നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി വരുന്ന ക്ലാസ്സിൽ ഫൈനൽ അക്കൗണ്ട്സിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് എല്ലാ ക്ലാസ് കണ്ട് സെറ്റായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.